ഇന്നലെയാണ് കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധു ക്രൂരമായ മർദ്ദനത്തിനിരയായ വാർത്ത പുറത്തുവന്നത്. അതിനു പിന്നാലെ തന്നെ തിരുവനന്തപുരത്ത് നടന്ന ഒരു വിവാഹവും അലങ്കോലമായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിവാഹം എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. തന്റെ മകളെ ഒരു നല്ല നിലയിലേക്ക് കെട്ടിച്ചയക്കണമെന്നതായിരിക്കും പെൺമക്കളുള്ള ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹം. എന്നാൽ ഇന്നലെ തിരുവനന്തപുരം കരമനയിൽ നടന്ന ഒരു വിവാഹത്തിന്റെ ആയുസ് എന്നത് വരന്റെ വീട്ടിലേക്ക് വധു എത്തുന്നതുവരെ മാത്രമായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു യുവതിയുടെയും വരനായ മിഥുന്റെയും വിവാഹം നടന്നത്. വിവാഹമൊക്കെ അതിഗംഭീരമായി തന്നെ നടന്നു. ഒടുവിൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വരനും കൂട്ടരും വരന്റെ വീട്ടിലേക്ക് യാത്രയായി. തുടർന്ന് വീടെത്തുന്നതിന് മുന്നേ തന്നെ മിഥുൻ കാറിൽ നിന്ന് ഇറങ്ങുകയും ഒരു അത്യാവശ്യമുണ്ട് വീട്ടിലേക്ക് എത്തിക്കോളാമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. പിന്നീട് വധുവുമായി വാഹനം നേരെ മിഥുന്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ അവിടെ വധുവിനെ സ്വീകരിക്കാൻ എത്തിയത് മിഥുന്റെ അമ്മയോ ബന്ധുക്കളോ ആരും തന്നെയായിരുന്നില്ല. മറിച്ച് ഒരു 35-കാരിയായ യുവതിയായിരുന്നു. മിഥുനുമായി തനിക്ക് ബന്ധമുണ്ടെന്നായിരുന്നു യുവതിയുടെ വാദം. ഇതോടെ നാട്ടുകാർ ഇടപെടുകയും ഇത് തർക്കത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. മിഥുന് പല പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്നും ഇത് വീട്ടുകാർ മനഃപൂർവ്വം മറച്ചുവെച്ചെന്നുമാണ് നവവധുവിന്റെയും കുടുംബത്തിന്റെയും പരാതി. മിഥുൻ തന്നെ പീഡിപ്പിച്ചുവെന്നും ചതിച്ചെന്നും ആരോപിച്ച 35-കാരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഡ്രൈവറായ മിഥുൻ ഇവരോടൊപ്പം താമസിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു. വിവാഹത്തിന് മുന്നേ അന്വേഷിച്ചപ്പോൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും ഇപ്പോൾ 2-3 സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നാണ് അറിഞ്ഞതെന്നുമാണ് യുവതിയുടെ ബന്ധുക്കൾ പറയുന്നത്. കൂടാതെ വധു വീട്ടിലെത്തിയ പാടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം വരന്റെ ബന്ധുക്കൾ ഊരി വാങ്ങിയെന്നും വധുവിന്റെ വീട്ടുകാർ ആരോപിക്കുന്നുണ്ട്. വിവരമറിഞ്ഞ ബോധരഹിതയായ വധുവിന്റെ അമ്മയെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വധുവിന്റെ പരാതിയിന്മേൽ മിഥുനും കുടുംബത്തിനുമെതിരെ വഞ്ചനാക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. വരന്റെ വീട്ടിലെത്തിയ വധുവിന്റെ ബന്ധുക്കൾ യുവതിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്. യുവതിയുമായുള്ള ബന്ധം മറച്ചുവെച്ച് വിവാഹം നടത്തിയ ശേഷം സ്വർണം തട്ടിയെടുത്ത് കടന്നുകളയാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടുവെങ്കിലും വരനെതിരെ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് വധുവിന്റെ പിതാവ് പറഞ്ഞു.